ഹലോ ഗൈസ്, രാത്രി ഒടുക്കത്തെ മഴയാണെങ്കിൽ രാവിലെ പൊരിഞ്ഞ വെയിൽ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈവനിങ്ങിലൊരു ജേണലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ക്ലാസ്സിൽ പോയത്. തിരിച്ചു വന്നപ്പോഴോ ഒടുക്കത്തെ തലവേദന. അപ്പോൾ ആ തലവേദന മാറാൻ നല്ലൊരു കോഫിയൊക്കെ കുടിച്ചിട്ടാവാം ഇന്നത്തെ തുടക്കം. ജേണലിങ് ചെയ്യാൻ നല്ല രസമാണെങ്കിലും എന്ത് തീമിൽ ചെയ്യുന്ന എപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കോഫി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരൊറ്റ സിപ്പിൽ തന്നെ തലവേദന അങ്ങ് പോയി. അപ്പോൾ ഇന്നൊരു കോഫി തീമിൽ തന്നെ ആവട്ടെ. കോഫി തീം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് വിൻറ്റേജ് പേപ്പർ തന്നെയാണ്. അതാകുമ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, കാരണം ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണല്ലോ. ശരിക്കും ഈ ജേർണലിങ് ട്രെൻഡിങ് തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും അതും കുറേ കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഞാൻ കാണുന്നതും ഇതിനെക്കുറിച്ച് അറിയുന്നതും. ആദ്യം ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് നമുക്ക് തോന്നിയിട്ടില്ലെങ്കിലും ഇത് ചെയ്തു വന്നാൽ ഭയങ്കര രസമാണ്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതിത് ചെയ്താൽ മാത്രമേ അറിയൂ. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ പിൻട്രസ്റ്റിൽ ട്രെൻഡിങ് ആയിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ കുറേ റെഫറൻസൊക്കെ നമുക്ക് പിൻട്രസ്റ്റിൽ നോക്കിയാൽ കിട്ടും. ഒരുപാട് തീമിലും നമുക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റുമേ. ഇതിപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ ഒരു ഡേ റെഫറൻസ് വെച്ചിട്ടാണ്. ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും അഫർമേഷൻ കോഡ്സും സ്റ്റിക്കേഴ്സും ഒക്കെ നമ്മൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇനി എന്നെപ്പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യേണ്ടവർക്കാണെങ്കിൽ കുറച്ച് പിൻട്രസ്റ്റ് ഇമേജസ് A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. നല്ല മൂടിയ കാലാവസ്ഥയോ നല്ല മഴയൊക്കെ പെയ്യാണ്, എനിക്ക് ഇങ്ങനത്തെ കാലാവസ്ഥയിലാണ് ജേർണലിംഗ് ചെയ്യാൻ പറ്റിയ മൂഡ് വരിക. അപ്പോൾ നമ്മൾ ജേർണലിംഗ് ഏകദേശം കലാശക്കുട്ടിൻ്റെ വയ്ക്കായിട്ടുണ്ട്. ഇനി കുറച്ച് മുൻചൂട്ടാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് കോഡ്സും പിന്നെ ഒരു കോഫി തീം ആയതുകൊണ്ട് ഒരു ചായക്കപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു ജെൻസി ട്രെൻഡാണെങ്കിലും എന്നെപ്പോലത്തെ 90s ജെൻസി ട്രെൻഡും പെടാത്ത കുറച്ച് ഏർലി 2K കിഡ്സിനും ഇതുപോലത്തെ കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലത്തെ എല്ലാ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫൈനലിലൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.